അപ്പോൾ വിത്ത് നോ ഫർദർ ഡിലേസ് നമുക്കിനി ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് അറിയാം ചാന്ദിനി സോറി ചാന്ദിനി അണ്ണൻ രാമേന്ദ്രൻ എന്നുള്ള ഒരൊറ്റ മൂവി പറയും മാമിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് വി ഇൻവൈറ്റ് ചാന്ദിനി ശിവരാമൻ onto the stage. Completely different experience ആയിരുന്നു വിഷ്വലി ആണെങ്കിലും ഓഡിയോ വൈസ്. ആൻഡ് പറഞ്ഞറിയിക്കുന്ന ഒരു സിനിമയല്ല, അതായത് കണ്ട് അറിയേണ്ട ഒരു സിനിമയാണ്. സോ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം, കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു ചെയ്യുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് എന്നോട് ഇൻവൈറ്റ് ചെയ്തതിന്. നിങ്ങളുടെ ഫംഗ്ഷനൊക്കെ നന്നായിട്ട് നടക്കണമെന്ന് ചെയ്യുന്നു. താങ്ക് യു. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ അതിന് മുമ്പ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, മറ്റേ മിസ്റ്റേക്ക് തിരുത്തി. ശ്രീരാജ് ശ്രീനിവാസൻ, ശ്രീനിവാസൻ ശരിക്കും മിസ്റ്റേക്ക് പറ്റി. കുഴപ്പമില്ല, ക്ഷമിക്കല്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീരാജ് ശ്രീനിവാസൻ. പത്തുകൂടി ഒന്ന് പറയണ തോന്നി. കാരണം ഈ പടത്തിന് അമരക്കാരൻ ഒരു സംവിധായകൻ എല്ലാ സിനിമയുടെ അമരക്കാരൻ. അപ്പൊ അത് തെറ്റ് തിരുത്തണം എന്ന് തോന്നുന്നു. എനിക്ക് പ്രധാനപ്പെട്ട ചോദ്യം, എത്ര ദിവസം ഒരു പ്രാവശ്യം ഷാമ്പു അമ്മായിലേക്ക് കൈപിടിക്കുന്ന പ്രധാന പോയില്ല. അപ്പോ ഞാനധികം സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. എങ്കിലും പ്രാവികോട് ഷാപ്പിലെ നായിക നമ്മുടെ ശാന്തിനെ കാണാൻ കഴിയും. ശാന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പാട്ടുണ്ട്. നിങ്ങൾ പാടാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്കിലും ആ പാട്ട് പാടി പോകുന്നതായിട്ടൊരു പാട്ടാണ്. ആ പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാൻ കഴിയും. ഞാൻ എൻ്റെ ഭാഗത്തേക്ക് ഞാൻ എവിടെ ചെന്നാലും പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് പരിചയം പലരോടെ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കുന്നുണ്ടാവുമായിരിക്കും, ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുമായിരിക്കും. അവിടെയാണ് പഠിച്ചത്. അപ്പൊ അവിടുത്തെ ആ സമയത്തൊക്കെ ഈ പ്രൈവറ്റ് കോളേജുകളിലെ ഒരു ഉത്സവം നടക്കുമായിരുന്നു. നിറം എന്നായിരുന്നു അതിന് പേരില്ല, തൊട്ടപ്പുറത്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാൻ വഴി നിങ്ങൾക്കൊന്ന് വളരെ കുഞ്ഞായിരിക്കും. അത് നിന്നിട്ട് എനിക്ക് തോന്നുന്നു 2006, 2007 നിന്നു തോന്നുന്നു. അതെനിക്കാണ് അവസാനമായിട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ കൂടുതൽ ചോദിക്കില്ല. അപ്പൊ ആ കോളേജ് മുന്നിലേക്ക് വരാൻ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ രണ്ടുപേരും നിങ്ങളുടെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്തു, രണ്ടുപേരും നിങ്ങളുടെ കൂട്ടത്തിൽ എന്റെ കൂടെ പാട്ട് പാടാണ്. കോളേജിൽ വൈകി ചോദിച്ച പോലെ ഭയങ്കര സൈലന്റ് ആയി. രണ്ടുപേരും ഇത്രയും ശക്തരായ നിങ്ങൾക്കിടയിൽ നിന്ന് രണ്ടുപേരും ആരാണ് ഒരാളും പോയി ഇല്ലേ? കോളേജിൽ പാട്ട് പാടാൻ അറിയാവുന്ന രണ്ടുപേരും ധൈര്യം. നമ്മുടെ സ്വന്തം സ്റ്റേജ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റേജ് തന്നിട്ട് പോകും. വെൽക്കം വെൽക്കം. ഇത് ചെറിയ കാര്യമാണ്. ഇപ്പൊ 2025 2015 പ്രേമം എന്ന് പറഞ്ഞ സിനിമയിലൂടെ കൂടിയാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ, മലയാളം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്നീഷ്യനായിട്ടൊക്കെ. അതും അൻവർഷ് എന്റർടൈൻമെന്റ് ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് പാടാൻ പറഞ്ഞ ചെറിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടുപേരെ പാടാൻ വെച്ചത്. അതായത് 2025 10 വർഷമാകുമല്ലോ പ്രേമം റിലീസായിട്ട്. അപ്പോ കഴിഞ്ഞ 10 വർഷം ഞാൻ ഞാൻ എന്റെ പാട്ടുകളൊന്നും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ 10 വർഷത്തിലാണ് എന്റെ പാട്ടുകളെങ്കിലും ആരെങ്കിലും പാടുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അത് ഞാൻ തന്നെ പാടും എന്നായിരിക്കും ചിലപ്പോ. അപ്പൊ എന്തായാലും അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ പടം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പടം നിങ്ങൾ എന്തായാലും കാണാം. പ്രാവികോട് ഷാപ്പ്, വെൽക്കം ടു പ്രാവികോട് ഷാപ്പ്. നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കള്ളു കുടിക്കാൻ മാത്രമല്ല, നല്ല ഉഗ്രൻ കറികളുണ്ട്.